നമസ്കാരം. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സുഖ സൗകര്യങ്ങൾക്കും പിന്നിൽ ഒരാളുടെ കഠിനാധ്വാനമുണ്ട്, നമ്മുടെ മാതാപിതാക്കളുടെ. നമ്മൾ നടക്കാൻ പഠിച്ചത് അവരുടെ വിരലുകളിൽ തൂങ്ങിയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഓടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ? തിരക്കുകൾക്കിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നത് നമ്മുടെ വീട്ടിലെ മുതിർന്നവരെയാണോ? ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാം. 1. അവർക്ക് വേണ്ടത് പണമല്ല, പരിഗണനയാണ്. നീഡ്സ് പ്രസൻസ്, നോട്ട് ജസ്റ്റ് മണി. പ്രായമാകുമ്പോൾ മനുഷ്യർക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. അവർക്ക് വേണ്ടത് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന പണമോ വില കൂടിയ മരുന്നുകളോ മാത്രമല്ല. ദിവസവും ഒരു 10 മിനിറ്റ് അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുക, അവരുടെ പഴയ കഥകൾ കേൾക്കുക. ആ ഒരു പരിഗണന നൽകുന്ന ആശ്വാസം ലോകത്തിലെ മറ്റേത് മരുന്നിനേക്കാളും വലുതാണ്. 2. ക്ഷമയോടെ കേൾക്കുക. പേഷ്യൻസ് ഇസ് കീ. കുട്ടിക്കാലത്ത് ഒരേ ചോദ്യം നമ്മൾ 100 തവണ ചോദിച്ചപ്പോഴും അവർക്ക് ദേഷ്യം വന്നില്ല. എന്നാൽ ഇന്ന് അവർ ഒരു കാര്യം 2 തവണ ചോദിക്കുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ? അവർക്ക് കാര്യങ്ങൾ മറന്നുപോകാം, സാങ്കേതിക വിദ്യകൾ അറിയില്ലായിരിക്കാം. അവിടെ ദേഷ്യത്തിന് പകരം സ്നേഹവും ക്ഷമയുമാണ് വേണ്ടത്. അന്ന് അവർ നമുക്ക് നൽകിയ ആ കരുതൽ ഇന്ന് തിരിച്ചു നൽകേണ്ടത് നമ്മുടെ കടമയാണ്. 3. അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുക. വാല്യൂ ദെയർ ഒപ്പീനിയൻസ്. വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തുക. ഇതൊന്നും നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു മാറ്റി നിർത്തുന്നത് അവരിൽ വലിയ മാനസിക വിഷമമുണ്ടാക്കും. അവരുടെ അനുഭവ സമ്പത്ത് നമുക്ക് വലിയൊരു പാഠമാണ്. അവരും ഈ വീടിന്റെ ഭാഗമാണെന്ന തോന്നൽ അവരിൽ എന്നും നിലനിർത്താൻ ശ്രമിക്കുക. 4. മക്കൾക്ക് നൽകുന്ന മാതൃക. ദി എക്സാമ്പിൾ ഫോർ യുവർ ചിൽഡ്രൻ. ഓർക്കുക, നിങ്ങളുടെ മക്കൾ നിങ്ങളെ കണ്ടാണ് വളരുന്നത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നുവോ അതുതന്നെയായിരിക്കും നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളോടും ചെയ്യുന്നത്. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം വീട്ടിൽ വളർത്തിയെടുക്കുന്നത് നിങ്ങളുടെ വരുംതലമുറയുടെ കൂടി നന്മയ്ക്കാണ്. മാതാപിതാക്കളുടെ പുഞ്ചിരിയാണ് ഒരു വീടിന്റെ ഐശ്വര്യം. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് സ്നേഹം നൽകുക. ഈ വീഡിയോ മുതിർന്നവരെ സ്നേഹിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഷെയർ ചെയ്യുക. സ്നേഹമുള്ള ഒരു ലോകം നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങട്ടെ.